തെരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തുന്ന ഒരു ബജറ്റാണോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊടുക്കുന്ന ബജറ്റാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എല്ലാ സർക്കാരുകളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭാവനാസമ്പൂർണ്ണമായ പല നിർദ്ദേശങ്ങളുമുണ്ട്. ജനങ്ങളുടെ കയ്യടി കിട്ടുന്ന പദ്ധതികളുണ്ട്. അതൊന്നും മോശമാണെന്ന് ഞാൻ പറയില്ല. ഒരൊറ്റ ഉദാഹരണം പറയാം. റോഡ് അപകടത്തിൽ പോകുന്ന ആളുകൾക്ക് 5 ദിവസത്തേക്ക് ചികിത്സ. അത് കേൾക്കുമ്പോൾ തന്നെ നല്ല രസമാണ്. പക്ഷേ 15 കോടി രൂപയെ മാറ്റി വെച്ചിട്ടുള്ളൂ. ഞാനന്ന് ധനമന്ത്രിയോട് ചോദിച്ചു, ഈ 15 കോടി മതിയോ? ഒരു 20-25 കോടി മതി ഇത് നടപ്പിലാക്കാൻ. അത്രയേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ബാക്കിയെല്ലാം ഇൻഷുറൻസിൽ പോകും. അതുപോലെ തന്നെ ഡിഗ്രി തലം വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നു. നല്ല കാര്യം. സ്കൂൾ കുട്ടികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കൊണ്ടുവരുന്നു. നല്ല കാര്യം. ഗിഗ് വർക്കേഴ്സിന് സൊമാറ്റോ, സ്വിഗ്ഗിയൊക്കെ വേണ്ടി ഓടുന്ന ആളുകൾക്ക് വിശ്രമ കേന്ദ്രം, അതും വളരെ നല്ല കാര്യം. നമ്മുടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി, നമ്മുടെ ദേശീയപാതയ്ക്ക് വേണ്ടി ഒരുപാട് കോടികൾ മാറ്റിവെക്കുന്നു. ഇതെല്ലാം വളരെ നല്ല കാര്യം തന്നെയാണ്. എൻ്റെ ആകെയുള്ള പ്രശ്നം, അടുത്ത സർക്കാർ വരുമ്പോൾ പുതിയ ബജറ്റ് അവതരിപ്പിക്കുമെന്ന് നിങ്ങൾ തന്നെ തെളിയിച്ച ഒരു പ്രീസിഡൻസ് കടക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ വീണ്ടും ഇത് തന്നെ ചെയ്യാൻ പോകുന്നത്? അതിൻ്റെ ഉദ്ദേശം എന്താ? ഇനി ഈ ബജറ്റിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് വന്നാലോ, എന്താണ് ഇതിൻ്റെ ബജറ്റിൽ 2 ഭാഗങ്ങളുണ്ട്. ഇനി നടക്കാൻ പോകുന്ന കാര്യവും കഴിഞ്ഞ ബജറ്റിൽ എന്തൊക്കെ നടപ്പിലായി എന്നുള്ളതിനെക്കുറിച്ചും പറയുന്നത്. 38% ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തെ ബജറ്റിൻ്റെ വിനിയോഗമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ധനമന്ത്രിക്ക് അതിന് മറുപടിയുണ്ട്. അത് ശരിയല്ല, 38 എത്രയാണ് അതിപ്പോൾ പറയാനാവില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 50% ആയിട്ട് വെട്ടിക്കുറയ്ക്കേണ്ടി വന്നതോ അത് കേന്ദ്ര സർക്കാരിൻ്റെ നിന്നുള്ള വലിയ ഞെരുക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഇപ്പോഴത്തെ 38% എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം അവിടെ നിൽക്കുകയാണ്. അത് എത്രയൊന്നും ധനമന്ത്രി പറയുന്നില്ല. അത് അവസാനം തെളിയുകയുള്ളൂ എന്ന് പറയുന്നു. ആയിക്കോട്ടെ. പക്ഷേ ഈ പുതിയ ബജറ്റിൽ ഇപ്പോൾ കണക്കുകൾ വരുമ്പോൾ 1,98,000 കോടിയുടെ ബജറ്റ് ഔട്ട്ലേ ആയിരുന്നു കഴിഞ്ഞ ബജറ്റിൻ്റേത്. അത് 1,92,000 ചിലവാക്കിയുള്ളൂ. ബജറ്റ് ഔട്ട്ലേ അത്രേ വന്നുള്ളൂ. മറ്റ് പല പ്രശ്നങ്ങളുണ്ടാകാം. ഇത്തവണത്തെ ഈ പുതിയ ബജറ്റിൻ്റെ ബജറ്റ് ഔട്ട്ലേ 2,40,000 കോടി രൂപയാണ്. 50,000 കോടി രൂപ കൂടുതലുള്ള ആദ്യമായി കേരള ചരിത്രത്തിൽ ബജറ്റ് 2 ലക്ഷം കോടി കടന്ന ബജറ്റാണ്.